വീണ്ടെടുക്കപ്പെട്ട സ്വർഗത്തിന്റെ നഷ്ടപ്പെടുത്തൽ. ഇന്ന് ഒത്തിരി ക്രൈസ്തവര് യേശുക്രിസ്തു വീണ്ടെടുത്തു തന്ന സ്വർഗപ്രാപ്തിയെ നഷ്ടപ്പെടുത്തുന്ന ജീവിത രീതികളിൽ കൂടെ ജീവിക്കുകയാണ്. അതായത് ഉൽപ്പത്തി പുസ്തകം 3:22 പറയുന്നത്, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ദൈവം പറയാ, നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. അത് നന്മയും തിന്മയും പറഞ്ഞ് മനുഷ്യൻ ദൈവത്തെ പോലെ ആയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഇത്ര കുഴപ്പമെന്നുള്ള ചിന്ത നമുക്ക് ആദ്യം ഉണ്ടാവുള്ളൂ, ഇല്ലേ? അപ്പോൾ ദൈവം പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വിഷയത്തിൽ നിന്ന് കഴിക്കരുത്, കഴിച്ചാൽ നിങ്ങൾ മരിക്കും. അപ്പൊ നന്മയും തിന്മയും തിരിച്ചറിയുകയും നന്മയെ സ്വീകരിക്കണമെന്ന് ചെയ്യണം എന്നുള്ളത്, നന്മ എന്തെന്നുള്ളത് നന്മയായ ദൈവത്തിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് പകരം മറ്റുള്ളത് വന്നു കഴിഞ്ഞാൽ തിന്മയാണെന്ന് വ്യക്തമായിട്ട് ദൈവത്തിന് അറിയാം. അപ്പോൾ മനുഷ്യൻ കഴിച്ചപ്പോൾ പാപാവസ്ഥയിലേക്ക് വന്നു, അവൻ അധപതിച്ചു കഴിഞ്ഞപ്പോൾ നന്മയും തിന്മയും എന്തെന്ന് അവൻ അറിയാം. അതുവരെ അവനിലെല്ലാം നന്മയുള്ളൂ, തിന്മ എന്ന് പറഞ്ഞ സാധനമില്ല. അവന് എന്ത് ചെയ്താലും അത് നന്മയാണ്. കാരണം നന്മ ചെയ്യാൻ അവന് സാധിക്കത്തുള്ളൂ. പക്ഷെ നന്മയും തിന്മയും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് തിന്മ ചെയ്യാൻ സാധിക്കും. പക്ഷെ തിന്മ ചെയ്യാൻ സാധിക്കുമ്പോഴും അത് തിന്മയാണ് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ട്. നന്മയും തന്മയും അറിയാം, പക്ഷെ തിന്മയാണെന്നുള്ളൊരു ബോധം അവന്റെ ഉള്ളിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് പാപം ചെയ്യുമ്പോൾ തിന്മയാണെന്ന് വിചാരിക്കാതെ പാപം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ ആസക്തിയോട് നോക്കി അവൾ വ്യചരിക്കാൻ പോകുമ്പോഴും അത് തിന്മയല്ല എന്ന് പറയുന്ന മറ്റൊരു ശക്തിയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഉപബോധം മനസ്സുകൊണ്ട് പറയും അത് ചെയ്യണ്ടാട്ടെന്ന് പറയും. പക്ഷെ അതിനെ അതിലംഘിച്ചുകൊണ്ട് അത് തിന്മയാണെന്ന് തോന്നാത്ത രീതിയിൽ നമ്മൾ പോയിട്ട് പാപം ചെയ്യും. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ തിന്മകളെ മുഴുവനും നന്മയായിട്ട് അവതരിപ്പിക്കുന്ന നന്മവൃക്ഷങ്ങളാണ്. അത് ലോകത്തിന്റെ സുഖിപ്പിക്കുന്ന സുവിശേഷം പറയുന്ന വ്യക്തികൾ ഒക്കെ ചെയ്യുന്നത് തിന്മയെ നന്മയായിട്ട് അവതരിപ്പിക്കുക. അതുകൊണ്ടാണ് ചില വ്യക്തികൾ ഇപ്പൊ അടുത്ത കാലത്ത് ഭാര്യ ഗർഭിണിയായി കിടക്കുമ്പോൾ പ്രസവവേദിയിൽ കിടക്കുന്ന സമയത്തും ഒക്കെ ഇവിടെ സുലൈമാൻ തുർക്കി പറഞ്ഞു കൊടുക്കുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് മാസ്റ്റർബേഷൻ നടത്താൻ കുഴപ്പമില്ല എന്ന്. അതിൽ അറ്റൻഡ് ചെയ്ത വ്യക്തി എന്നോട് പറഞ്ഞെന്ന സംഗതിയാണത്. അപ്പൊ അതുപോലെ പഠിപ്പിക്കുന്ന തിന്മയെ നന്മയായിട്ട് അവതരിപ്പിക്കുന്ന തലം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ മനുഷ്യൻ അധപതിച്ചു പോവുകയാണ്. ദൈവത്തിന് നന്മയും തിന്മയും തിരിച്ചറിയാമെങ്കിൽ ദൈവത്തിന് അത് തിന്മയാണെന്ന് അറിയാൻ നന്മ മാത്രമേ ഉള്ളൂ. അത് ദൈവം നന്മ മാത്രമേ ചെയ്യാനേ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥയിൽ മനുഷ്യനാകണം. ആ ഒരു അവസ്ഥയിലേക്ക് ആകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആദത്തിന്റെ ഹവ്വയുടെ അവസ്ഥയിലായിരിക്കണം. അതാണ് റീഗെയിൻഡ് പാരഡൈസിൽ സംഭവിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു വീണ്ടെടുത്ത ശേഷം ക്രിസ്തുവിന്റെ കൃപയിൽ വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും, ജീവന്റെ പ്രകാശത്തിൽ വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും നന്മയും തിന്മയും കണ്ട തിരിച്ചറിയാൻ പറ്റും. അത് അല്ലാത്ത വ്യക്തികൾ, ജീവന്റെ പ്രകാശമില്ലാത്ത വ്യക്തികൾ, അന്ധകാരത്തിൽ വസിക്കുന്ന വ്യക്തികൾ നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. കൃപയിൽ വസിക്കാത്ത വ്യക്തികൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് സാധാരണ ശബ്ദം ഉയരുമ്പോഴും അത് സാധാരണ ശബ്ദമാണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതിന്റെ പുറകെ പോകുന്ന ക്രൈസ്തവ വിശ്വാസികൾ കൃപയിലല്ല. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞത്, കൃപയിൽ ലഭിക്കാച്ചാറല്ലാതെ ഉള്ളവർ ഇത് മനസ്സിലാക്കുന്നില്ല. കൃപയുള്ളവരെ മാത്രമേ മനസ്സിലാകത്തുള്ളൂ, ജീവന്റെ പ്രകാശമുള്ളവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ, ജീവന്റെ പ്രകാശത്തുള്ളവർക്ക് മാത്രമേ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് മക്കളെ, എല്ലാവരും ജീവന്റെ പ്രകാശത്തിലാകാൻ വേണ്ടിയിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുക. ലോകത്തിന്റെ പ്രകാശമായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക, ക്രിസ്തുവിന്റെ കൽപ്പന പാലിക്കുക. അങ്ങനെ ജീവന്റെ പ്രകാശത്തിലേക്ക് ആകുക. അപ്പോൾ മാത്രമേ നന്മ തിന്മകളെ അറിഞ്ഞ് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് തിന്മയുടെ പുറകെ പോകാതിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ തിന്മയുടെ കനി നന്മയിൽ പൊതിഞ്ഞു തന്ന് നമ്മളെടുത്ത് ഭക്ഷിക്കും. ഇന്ന് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവരിൽ മെജോറിറ്റി എന്ന് പറഞ്ഞ മെജോറിറ്റിയും തിന്മയുടെ കനി നന്മയിൽ പൊതിഞ്ഞു തന്നാൽ നമ്മളെടുത്ത് വിഴുങ്ങുന്നവരാ. ഏതും തോട്ടിൽ പുരാതന സർപ്പം തന്ന പോലെ തന്നെ ഇപ്പോഴും വിഴുങ്ങുന്നവരാ. ഇങ്ങനെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു എക്സാമ്പിൾ മാത്രം പറയാം. ഇങ്ങനെ തന്നെ തിന്മയെ നന്മയുടെ പാക്കിലാക്കി കത്തോലിക്ക സഭയിൽ നിന്ന് പൊതിഞ്ഞു തന്നപ്പോൾ എല്ലാം ഭക്ഷിച്ചിട്ടല്ലേ നിങ്ങൾ കോൺട്രാസെപ്ഷൻ നടത്തി വെച്ചിരിക്കുന്നത്? നിങ്ങൾ ഓരോരുത്തരും ഹൃദയ നെഞ്ചില് തട്ടിയിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കുക. നിങ്ങൾ ഗർഭനിരോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവനും മരണവും നിങ്ങളുടെ മുന്നിൽ ദൈവം വെച്ചു തന്നപ്പോൾ മരണം തെരഞ്ഞെടുക്കരുത്, ജീവൻ തെരഞ്ഞെടുക്കുക. നിങ്ങളും നിങ്ങളുടെ തലമുറകളും ജീവിക്കാൻ വേണ്ടി ജീവൻ തെരഞ്ഞെടുക്കാമെന്ന് നിരന്തരമായി ദൈവം കൽപ്പന തന്നപ്പോഴും ജീവനും മരണവും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കുമ്പോൾ, ജീവൻ നൽകുന്ന ഒരു കാലവും ജീവൻ നൽകാത്ത ഒരു കാലവും നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നപ്പോൾ, ആ ജീവൻ നൽകുന്ന കാലം നിങ്ങൾ തെരഞ്ഞെടുക്കാതെ മരണം നൽകുന്ന കാലം തെരഞ്ഞെടുത്ത അതിവിശുദ്ധരും ഭക്തരും വിശുദ്ധന്മാരായി ജീവിക്കുന്നവരല്ലേ, കപട മുഖങ്ങളല്ലേ നിങ്ങളിൽ പലരും എന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് തന്നെ ചിന്തിച്ചു നോക്കുക. എത്ര വലിയ പ്രാർത്ഥനക്കാരനായാലും ശരി, എത്ര വലിയ സുവിശേഷ പ്രഘോഷനായാലും ശരി, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നിങ്ങൾ ഈ കാലഘട്ടത്തിൽ മുഴുവൻ തെരഞ്ഞെടുത്തത് എന്താണോ? ജീവനാണോ മരണമാണോ? ഗ്രിഗറി പോപ്പ് 9 പറഞ്ഞിരിക്കുന്നു, ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുന്നു പറഞ്ഞ കൊലപാതകമാണ്. തരത്തുല്യം പറഞ്ഞു, ഇന്ന് ഞാൻ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മാസം കഴിയുമ്പോൾ കുഞ്ഞില്ല എന്നർത്ഥം. അതിന്റെ അർത്ഥം നമ്മൾ കൊലപാതകം ചെയ്യുന്നവരാണ്. ആ കാര്യം കേൾക്കുമ്പോൾ ഇന്ന് ഒത്തിരി പേർക്ക് കലിപ്പ് വരും, അസ്വസ്ഥ വരും. എന്നോട് തന്നെ ഒത്തിരി ദേഷ്യം നിങ്ങളുടെ മനസ്സിൽ ഉരുവാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ ഇപ്പോൾ ഒരു ബന്ധനത്തിലാണ്. നിങ്ങൾക്ക് എന്നോട് കലിപ്പി പറയുമ്പോൾ കലിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ഈർഷ്യ തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ, നന്മയും
തിന്മയുമുള്ള ഈ തലത്തിലായിരിക്കുന്നത്. നിങ്ങളെ കവാടങ്ങളെല്ലാം ഇതാ ഇതുപോലെ കരട് പിടിച്ചിരിക്കുന്ന മുറി പോലെയായിരിക്കും. ശരീരത്തിലും നിങ്ങൾ ജീവന്റെയും നിങ്ങളുടെ ഹൃദയത്തിന്റെ മറകളിലും മുഴുവനും അടുക്കും ചിട്ടയുമല്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ നിങ്ങൾ ഇതുവരെ കണ്ടിരിക്കുന്നത് ഒരു കർട്ടൻ മറച്ചിട്ടുണ്ടായിരുന്നു. ഈ കർട്ടന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിൽ എന്താണ് നിങ്ങൾ കണ്ടിട്ടില്ല. ഇതാ നിങ്ങളുടെ ബാക്കിലെ ഒരു സ്ഥലം കാണിച്ചിരുന്നത്. അടുക്കലും പൊടുക്കലും നടക്കുന്നേ ഉള്ളൂ. അവിടെ മുഴുവനും കുന്നുകൂടി കിടക്കുകയും പൊടിയും ഇതുമെല്ലാമായി കിടക്കുന്നതാണ്. ഇതേ അവസ്ഥയാണ്. മാറാല പിടിച്ച് കിടക്കുന്ന ഹൃദയങ്ങളാണെന്ന് പലതും. എന്തുകൊണ്ടാണ്? ജീവനെ തടഞ്ഞു പോകുന്ന മനുഷ്യരായതുകൊണ്ടാണ്. ജീവന്റെ കൽപ്പനകൾ അതിലംഘിച്ചു പോകുന്ന മനുഷ്യരായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ തിന്മയുള്ള അവസ്ഥയിൽ പോയി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാതിരിക്കണം. അതുകൊണ്ടാണ് ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മണ്ണിനോട് മല്ലടിക്കാൻ വേണ്ടി ദൈവം ഏദൻ തോട്ടത്തെ പുറത്താക്കി. 24-ാം വാക്യം പറയുകയാണ്, മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ അവസ്ഥയും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. പാപം ചെയ്ത മനുഷ്യൻ പാപാവസ്ഥയിൽ പോയി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പിന്നെ കനി ഭക്ഷിച്ചാൽ അവനെ ദൈവത്തിന് വീണ്ടെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് ദൈവം കെരൂബുകളെ വെച്ച് ജീവന്റെ വിഷം കൊട്ടിയടച്ചു. എനിക്ക് ജീവന്റെ വിഷം ദൈവം കൊട്ടിയടച്ചിട്ട് ജീവനെ കനി ഭക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ, ജീവന് കനി ഭക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ജീവന്റെ കനി ഇവിടെ തുറന്ന് ജീവന്റെ വിഷമായി തന്നിരിക്കുക. നാം തിരിച്ചറിയുന്നില്ലായിരുന്നു നമ്മൾ. എന്നിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക, ജീവന്റെ കനി എന്ന് പറയുന്നത്, ജീവവൃക്ഷത്തിലെ കനി എന്ന് പറയുന്നത് ദിവ്യകാരുണ്യമാണ്, വിശുദ്ധ കൃപയാണ്, ജീവന്റെ അപ്പമാണ്. ഇതാ നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാണ്, ഇത് നിങ്ങൾ കഴിക്കുന്നവൻ ഒരിക്കലും മരിക്കില്ല. ഈ ജീവന്റെ കനി ദിവ്യകാരുണ്യം നമ്മൾ ഭക്ഷിക്കുക. ജീവന്റെ വൃക്ഷത്തിലെ എപ്പോൾ യേശു ക്രിസ്തു നഷ്ടപ്പെട്ട പർദീസയിൽ നിന്ന് ആദത്തിനെ ഹവ്വയിനെയും നഷ്ടപ്പെട്ട, അതിലൂടെ മനുഷ്യകുലം മുഴുവൻ നഷ്ടപ്പെട്ടപ്പോൾ ആ മനുഷ്യകുലത്തെ മുഴുവൻ യേശു ക്രിസ്തു വീണ്ടെടുത്ത് തന്ന ആ ലോസ്റ്റ് പാരഡൈസിൽ നിന്ന് റീഗെയിൻഡ് പാരഡൈസിലേക്ക് നമ്മൾ കടന്നു വന്നു. വീണ്ടെടുക്കപ്പെട്ട സ്വർഗത്തിലേക്ക് നമ്മൾ ജീവിക്കുന്നത്. ഈ കിങ്ഡം ഓഫ് ഗോഡിലാണ്. ഈ സ്വർഗരാജ്യത്തിൽ നമ്മൾ വസിക്കുകയാണ്. ഈ സ്വർഗരാജ്യത്തിൽ സത്യത്തിൽ നമ്മൾ ജീവനെ കനി ഭക്ഷിക്കുകയാണ്. എങ്കിലും നമ്മൾ പാപാവസ്ഥയിൽ ജീവിക്കുന്നു. അയോഗ്യതയോട് കർത്താവിന്റെ പാനപദ്ധതി നമ്മൾ ഭക്ഷിക്കുന്നു. നിങ്ങൾ പലരും രോഗികളായി മാറിയിരിക്കുന്നതും നിങ്ങൾ പലരും പോലും മരിച്ചു പോകാൻ കാരണമായിരിക്കുന്നത് അയോഗ്യതയോടെ കർത്താവിന്റെ പാനപദ്ധതി ഭക്ഷിച്ചതാണ്. ജീവന്റെ കനി ഇന്നും നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാതെ നിങ്ങൾ തിന്മയെ പുണർന്നുകൊണ്ട് തിന്മയിൽ വസിച്ചുകൊണ്ട് നിങ്ങൾ ജീവന്റെ കനി വീണ്ടും ഭക്ഷിക്കുമ്പോൾ നിങ്ങളെ വീണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സത്യം നിങ്ങൾ എന്തെങ്കിലും ഗ്രഹിക്കുന്നുണ്ടോ? അതാണ് യോഗ്യതയോട് വിശുദ്ധിയോടുകൂടി കുർബാന വിശദീകരിക്കണം. മാമോദിസ മുങ്ങി, ഉത്ഭവഭാവം നീങ്ങി, വിശുദ്ധ കുംഭസാരത്തിലൂടെ കർമ്മഭാവം നീങ്ങി. ഇനി കുംഭസാരത്തിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ, കുംഭസാരത്തിൽ നിങ്ങളുടെ പാപം മോചിക്കപ്പെടുന്നുണ്ടോ? എല്ലാവരും വിശ്വസിക്കുന്നു കുംഭസാരത്തിൽ പുരോഹിതൻ പാപം മോചിച്ചെന്ന് പറഞ്ഞാൽ പാപം മോചിച്ചതാ. നിങ്ങളുടെ പാപം മോചിക്കണമെങ്കിൽ നിങ്ങൾ യഥാർത്ഥ അനുതാപം ഉണ്ടായിരിക്കണം, യഥാർത്ഥ മാനസാന്തരം ഉണ്ടായിരിക്കണം. യഥാർത്ഥ മാനസാന്തരത്തിൽ നിന്നും യഥാർത്ഥ അനുതാപത്തിൽ നിന്ന് നിങ്ങൾ കർത്താവെ പറ്റിപ്പോയി എന്ന് കുംഭസാരക്കൂട്ടിൽ നിന്ന് വൈദികനോട് നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് അത് ദൈവം ഏറ്റെടുക്കുകയും നിങ്ങളുടെ പാപമോചനം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കള്ള കുംഭസാരമാണ്. യഥാർത്ഥ അനുതാപമുള്ള കുംഭസാരമാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പറയും, കുടുംബജീവൻ നയിക്കുന്നതാണ് ചെന്ന് പറയും, കർത്താവെ ഞാൻ സ്വർഗത്തിനെതിരെ അങ്ങേക്കെതിരെയും പാപം ചെയ്തു പോയി. എന്താണ് എന്റെ പാപം? ഞാൻ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ പലരെയും തടഞ്ഞിട്ടുണ്ട്. തടയുന്ന കൊലപാതകമാണ്. അപ്പോൾ ചോദിക്കും, എന്നെ സഭ അനുവദിച്ചതല്ലേ? ഫലകാലത്ത് നിഷ്ഫലകാലം തിരഞ്ഞെടുക്കാൻ സഭ അനുവദിച്ചല്ലേ? നിഷ്ഫലകാലം തിരഞ്ഞെടുക്കാൻ സഭ അനുവദിച്ചിട്ടില്ല. സത്യത്തിൽ സഭയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഈ അറിവിന്റെ കനി ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് മനുഷ്യൻ നൽകി വഞ്ചിച്ചത് ആരാണ്? സാത്താനാണ്. അത് അറിവിന്റെ കനിയാണ്. അതിൽ ട്വിസ്റ്റിംഗ് നടന്നു കഴിഞ്ഞു. ഇത് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകത്തില്ല. അപ്പോൾ ജീവന്റെ വൃക്ഷത്തിൽ സാത്താൻ കയറി നിന്നിട്ട് ട്വിസ്റ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ ഇത് കഴിച്ചാൽ നിങ്ങൾ മരിക്കില്ല എന്ന് പറഞ്ഞ് പറ്റിച്ച അതേ തലമാണ് നിങ്ങൾ സ്ത്രീകളിൽ ദൈവം ഫലകാലവും നിഷ്ഫലകാലവും തന്നപ്പോൾ നിഷ്ഫലകാലം തിരഞ്ഞെടുത്തോ? ദൈവം അനുവദിച്ചു തന്ന, ദൈവം തന്നതല്ല, അത് ബില്ലിങ്സ് തന്നതാണ്. ദൈവം തന്നപ്പോൾ നിങ്ങൾക്ക് നന്മയുടെ ജീവന്റെ കാലം തിരഞ്ഞെടുക്കാൻ ദൈവം അനുവദിച്ചിരുന്നത്. ദൈവം ഓരോ മനുഷ്യരിലും സ്ത്രീകളിലും ഫലം നൽകുന്ന ഒരു കാലവും ഫലം നൽകാത്ത ഒരു കാലവും ദൈവം അനാദിയിലെ നിക്ഷേപിച്ചു. അത് പിന്നെ ഈ കാലഘട്ടത്തിൽ വന്നപ്പോൾ മനുഷ്യൻ കണ്ടെത്തി, ഇങ്ങനൊരു കാലമുണ്ടെന്ന്. അങ്ങനെ ഒരു കാലം കണ്ടപ്പോൾ ദൈവം ഫലകാലം നോക്കി ജന്മം നൽകാൻ ദൈവം പദ്ധതി ഇട്ടപ്പോൾ നിഷ്ഫലകാലം നോക്കി ജന്മം തടയാൻ വേണ്ടി പിശാച് പദ്ധതി ഇട്ടു. അപ്പോൾ പിശാച് പറഞ്ഞത് കേട്ടോ, ആദ്യ ഹവ്വയ്ക്ക് അനുരൂപരായി മരണം തിരഞ്ഞെടുക്കുക നമ്മൾ ഈ കാലഘട്ടത്തിലെ ഹവ്വമാര്. പക്ഷെ പുതിയ ഹവ്യായ പരിശുദ്ധ അമ്മയ്ക്ക് അനുരൂപരായി, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയാൻ
ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ, എന്റെ ഉദരത്തിൽ ഭവിക്കട്ടെ എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? എന്നിട്ട് പരിശുദ്ധ അമ്മേ മാതാവേ എന്ന് പറഞ്ഞ് കൊന്തയും ചൊല്ലി 24 മണിക്കൂറും ഇരിക്കുന്ന ഭക്തവിശ്വാസികളോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കർത്താവിന്റെ വഴിയും പരിശുദ്ധ അമ്മയെയും ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ മാതാവിനെ പോലെ ഇതാ കർത്താവിന്റെ ദാസി, അവിടെ നൽകുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? എന്നിട്ട് അയോഗ്യതയോടുകൂടി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ തടഞ്ഞ കൊലപാതകവുമായിട്ട് ഇതാരും പറഞ്ഞു തരുന്നില്ല. പറഞ്ഞാൽ എന്നെ കല്ലെറിയും, മനസ്സിലായില്ലേ? എന്നാൽ എന്നെ നിങ്ങൾ കല്ലെറിഞ്ഞോ എങ്കിലും ഈ പറയേണ്ട സത്യം പറഞ്ഞിരിക്കും. എന്നിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾ പാപം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അനുദിനം കൊലപാതകം ചെയ്തിട്ട് അനുദപിക്കാതെ കുമ്പസാരിച്ചിട്ട് എന്നെങ്കിലും നിങ്ങൾ നെഞ്ചിൽ കൈ ചോദിക്കുക, നിങ്ങൾ അനുദപിച്ച് കുമ്പസാരിച്ചോ? നിങ്ങളുടെ ഓരോ ദാമ്പത്യ ധർമാനുഷ്ഠാനവും ബലിയർപ്പണവും ജീവനോട് തുറവിയുള്ളതായിരിക്കുന്ന കത്തോലിക്ക സഭ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കാതെ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാതെ നിങ്ങളുടെ ദാമ്പത്യ ധർമാനുഷ്ഠാനങ്ങൾ കുഞ്ഞുങ്ങളെ തടയുന്നതുമായ കോൺട്രാപ്ഷനായി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ തടഞ്ഞ ഗ്രിഗറി പോപ്പ് പറഞ്ഞ പോലെ, ഈ ഗ്രിഗറി പോപ്പ് 9 അല്ലെങ്കിൽ പൊട്ടനായിരുന്നിരിക്കണം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അയാൾ മന്ദബുദ്ധിയാന്ന് സഭ പ്രഖ്യാപിക്കട്ടെ. അങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു കൈ. അല്ലെങ്കിൽ അത്രയും വ്യക്തമായിട്ടൊരു മാർപ്പാപ്പ പറഞ്ഞ സംഗതി, തർത്തുല്യം പറഞ്ഞ സംഗതി അത്രയും വ്യക്തമായി കിടക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയണം ഇതാണെന്നുള്ളത്. പക്ഷെ സഭ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. CCC 2370 പറഞ്ഞിട്ടുണ്ട്, ക്ലിപ്തകാലത്തെ ആത്മസംയമനം. ഇതൊന്നാണ് പലരും തലമണ്ടയ്ക്കകത്ത് കയറില്ല. അതായത് ഈ നിഷ്ഫലകാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും 6 റീസൺസ് ഉണ്ട്, കഠിനമായ ചില ഗ്രേവ് റീസൺസ് ഉണ്ട്. സഭനറ്റ് ഹുമാനെ വിറ്റേ ഇന്നും കത്തോലിക്ക സഭ ഇറക്കൂല സാധനം, മനസ്സിലായില്ലേ? ഈ POC ഇറക്കത്തില്ല. എനിക്ക് വേണ്ടി മരിച്ചുപോയ കുരുക്കുരച്ചനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ നിന്ന് ഇറക്കില്ല. കാരണം നിങ്ങൾ സത്യം അറിയാൻ പാടില്ല, നിങ്ങൾ ജീവന്റെ മക്കളാകരുത്, നിങ്ങൾ തകരണം, നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സർപ്പസന്തതികൾ അതിന്റെ തലപ്പത്ത് പലരും കയറിയിരിപ്പുണ്ട്. പേര് ഞാൻ ഇപ്പൊ വെളിപ്പെടുത്തുന്നില്ല, വേണ്ടി വന്ന കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വെളിപ്പെടുത്തും. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളുണ്ടാവും. നിങ്ങൾക്ക് ഒരിക്കലും വത്തിക്കാനിൽ ചാക്രിയലയമായിരിക്കുന്ന ഹുമാനെ വിറ്റേ എന്ന ചാക്രിയലയം മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പോലും തരാൻ മടിക്കുന്ന പുരോഹിതൻ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഗ്രഹിക്കാൻ സാധിക്കത്തില്ല. അതിനെ മാത്രമല്ല, അത് വായിച്ച് പഠിക്കുമ്പോൾ സത്യം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പുറകെ വന്നിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് പഠനം തരും. നിങ്ങളെ തിരുത്തിക്കൊണ്ട് പോകുന്ന പഠനങ്ങൾ ഇന്ന് സഭയിൽ നിന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ക്രിസ്തുവിന്റെ കൽപ്പനയോ ദൈവകൽപ്പനയോ അല്ല അനുസരിക്കുന്നത്, സഭയുടെ പ്രബോധനവും അല്ല അനുസരിക്കുന്നത്. പകരം നിങ്ങളെ ബില്ലിങ്സിനെ ഫോളോ ചെയ്യുകയാണ്. ബില്ലിങ്സിനെ ഫോളോ ചെയ്യുമ്പോൾ ഈ അറിവിന്റെ കനി, അതായത് നിഷ്ഫലകാലം നോക്കി കുഞ്ഞുങ്ങളെ തടയാമെന്ന് പഠിപ്പിച്ച അറിവിന്റെ കനിയാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത്. ജീവന്റെ ഫലകാലം നോക്കി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന വിശ്വസിക്കേണ്ട ജീവന്റെ കനി കഴിക്കാതെ നിഷ്ഫലകാലം നോക്കി ജന്മം തടയാമെന്ന് പറഞ്ഞ അറിവിന്റെ കനിയാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അങ്ങനെ അനുദിനം ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ തടഞ്ഞ കൊലപാതകവും ചെയ്തിട്ട് അതിനെപ്പറ്റി അനുദിപ്പിക്കുകയോ കുമ്പസാരിക്കുകയോ ചെയ്യാതെ കള്ള കുമ്പസാരം നടത്തിയിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പോയി ജീവന്റെ വൃക്ഷത്തിന് കനി ഭക്ഷിക്കാൻ പോകുമ്പോൾ, ജീവന്റെ അപ്പം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ശിക്ഷാവിധി ഇരന്ന് വാങ്ങുകയല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ തന്നെ നിങ്ങളുടെ ശിക്ഷാവിധി ഇരുന്ന്. ഇത് പിള്ളേരുകളിയല്ല, ഇതിന്റെ സീരിയസ്നെസ്, അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, നിങ്ങൾ പലരും രോഗികളായിരിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ടാണ്, നിങ്ങളിൽ പലവരും വിവാഹം നടക്കാത്തത് കൊണ്ടാണ്, നിങ്ങളുടെ തലമുറകൾ പലതും ക്ഷയിച്ചു പോയത് അതുകൊണ്ടാണ്, നിങ്ങളുടെ കുടുംബങ്ങളുടെ മുകളിൽ ആധിപത്യം എടുത്തിരിക്കുന്നത് ഇസ്ലാമിന്റെ ആധിപത്യം, ഇസ്ലാമിന്റെ അധിനിവേശം കടന്നു വന്നിരിക്കുന്നതും, നിങ്ങളുടെ പെൺമക്കളെ മുഴുവനും മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? നിങ്ങൾ ചെയ്തിരിക്കുന്ന പാപത്തിന്റെ പരിണതഫലം. നിങ്ങൾ അനുദപിച്ച് കുമ്പസാരിക്കാതെ പോയി കള്ളക്കുമ്പസാരം നടത്തിയിട്ട് അയോഗ്യതയോട് കർത്താവിന്റെ പാനപാത്രത്തിൽ ഭക്ഷിച്ചിട്ട് നിങ്ങൾ രോഗികളും പലരും മരിച്ചു പോകുവാൻ വേണ്ടും ആത്മീയ മരണം സംഭവിച്ചതിന് ഉത്തരവാദി ആരാണ്? നിങ്ങൾ തന്നെയാണ്. നമ്മുടെ മക്കളൊക്കെ പോകുമ്പോൾ, വഴിതെറ്റി പോകുമ്പോൾ, ഇസ്ലാമി ലോകത്ത് അധിനിവേശം എടുക്കുമ്പോൾ, ആധിപത്യം എടുക്കുമ്പോൾ ചിന്തിക്കുക, നമ്മൾ ക്രിസ്തുവിന്റെ വഴിക്കും ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് പോയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും നെഞ്ചത്തെ ചോദിച്ചു നോക്കുക. ദൈവം നൽകുന്ന കൽപ്പന ലംഘിച്ചിട്ടുണ്ടോ? സഭയുടെ പ്രബോധനം കറക്റ്റ് തന്നെ നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ? ജീവനും മരണവും ദൈവം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നപ്പോൾ നിങ്ങൾ മരണം തെരഞ്ഞെടുത്തോ ജീവൻ തെരഞ്ഞെടുത്തോ? നിങ്ങൾ ക്രിസ്തുവിനെ അനുസരിച്ചോ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചോ? നിങ്ങൾ സന്താന പെരുകുമെന്ന് പറഞ്ഞിരിക്കുന്ന ജനസിസ് 1:27 നിങ്ങൾ അനുസരിച്ച്, അതായത് നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവിധ ഉടായ്പും കാണിച്ചുകൊണ്ട് സംഖ്യ കുറച്ചിട്ട്, ഞങ്ങൾ കുറച്ചിട്ടില്ല, എനിക്ക് കുറെ മക്കളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ സംഖ്യ മനഃപൂർവ്വം നിങ്ങൾ കുറച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചിട്ടുണ്ടോ? അതിന് പകരം എണ്ണം നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ ആത്മശയം ചോദിച്ചു നോക്കിയിട്ട് ഏത് മാർഗത്തിൽ കൂടെയാണ് ജീവനെ തടഞ്ഞിട്ടുള്ളതെന്ന് അനുദപിച്ച് നിങ്ങൾ കുമ്പസാര കൂട്ടിലേക്ക് നിങ്ങൾ ഓടാൻ നിങ്ങൾ മനസ്സുണ്ടോ ഇന്ന് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇതാണ് അറിവിന്റെ കനി. ലോസ്റ്റ് പാരഡൈസ്.
ലോസ്റ്റ് അല്ലെങ്കിൽ ദ ലോസ്റ്റ് റീഗെയിൻഡ് പാരഡൈസ്. ഇന്ന് നിങ്ങൾ സംഭവിക്കുന്ന ലോസ്റ്റ് റീഗെയിൻഡ് പാരഡൈസ്. നിങ്ങൾ റീഗെയിൻ ചെയ്ത് യേശുക്രിസ്തു വന്നിരിക്കുന്ന പാരഡൈസ്, സ്വർഗരാജ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഓരോ ക്രൈസ്തവരോടും കത്തോലിക്കനോടും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അയോഗ്യതയോടുകൂടി കർത്താവിന്റെ പാനപദ്ധതി പോയി ഭക്ഷിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ ഇത്ര തീവ്രതയോടെ ഇത് ചോദിക്കുന്നത്. ഇതുപോലെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ ശിക്ഷാവിധിയാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത്. അയോഗ്യതയോടെ കർത്താവിന്റെ പാനത്തിൽ ഭക്ഷിക്കുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അയോഗ്യതയോടെ കർത്താവിന്റെ പാനപദ്ധതി നിങ്ങൾ ഭക്ഷിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഓരോ വ്യക്തികളും നെഞ്ചത്ത് കൈവച്ച് തിരിച്ചറിഞ്ഞുകൊള്ളുക. അനുദപിക്കുന്ന സമയം കുമ്പസാരക്കൂട്ടിലേക്ക് ഇന്ന് തന്നെ പറ്റെങ്കിൽ ഓടുക. കർത്താവെ പറ്റിപ്പോയി, എന്റെ വിഴ. കുമ്പസാരക്കൂട്ടിൽ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അനുദപിച്ചിരുന്ന പാപിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ പന്നികളുടെ കൂട്ടിൽ മേഞ്ഞു കിടക്കുന്ന ഓരോ പന്നിക്കൂട്ടിലും പോയിക്കുന്ന ധൂർത്തപുത്രനെ കാത്തിരിക്കുന്ന നല്ല പിതാവായ ദൈവം കുമ്പസാരക്കൂട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് അനുദപിച്ച് കുമ്പസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? അറിവിന്റെ കരി ഭുഷിച്ച് ഭുജിച്ച് ജീവിച്ച് ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ തടഞ്ഞതിനെ പ്രതി, കൊലപാതകത്തെ പ്രതി അനുദപിച്ച് കുമ്പസാരിക്കാൻ നിങ്ങൾക്ക് ഇന്ന് സാധിക്കുന്നുണ്ടോ? ഇന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവൻ തിരഞ്ഞെടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ മരണം തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് പർദീസ, ക്രിസ്തുവിന്റെ പർദീസ കിട്ടും, ഇല്ലെങ്കിൽ അള്ളാന്റെ പർദീസ കിട്ടും. നിങ്ങൾക്ക് ഈ ക്രിസ്തുവിന്റെ പർദീസ വേണോ, അള്ളാന്റെ പർദീസ വേണോ? ക്രിസ്തുവിന്റെ പർദീസ വേണോ, ഈസായുടെ പർദീസ വേണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കൊള്ളുക. ഇതാണ് നിങ്ങളുടെ ചോദ്യം. എന്ന് നിങ്ങളുടെ ശിക്ഷാവധി നിങ്ങൾ ഭക്ഷിക്കാതെ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പോയത് യോഗ്യതയോടുകൂടി കർത്താവിന്റെ പാനവത്തെ നിങ്ങൾ ഭക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ഓരോ കുടുംബ ജീവിതക്കാരും അത് ചെയ്യണം. അതുപോലെ തന്നെ പുരോഹിതർ, ബ്രഹ്മചര്യ, സെലിബസി എന്ന ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നവർ യോഗ്യതയോടാണ് നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ചത്. നിങ്ങളുടെ കരങ്ങളിൽ കൂടെ കർത്താവ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് കർത്താവായിട്ട് ജനിക്കും, അപ്പം നിർവഹിക്കും. പക്ഷെ നിങ്ങൾ ഭക്ഷിക്കുന്ന ശിക്ഷാവിധിയാണ്. മാസ്റ്റർബേഷൻ നടത്തിക്കൊണ്ടും വ്യഭിചാരം ചെയ്തുകൊണ്ടും യാതൊരു അന്യന്റെ ഭാര്യയെ മോഹിച്ചുകൊണ്ടും ആസക്തിയോടെ നോക്കിക്കൊണ്ടും പാപം ചെയ്ത പാപാവസ്ഥയിൽ കയറി നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ ബലി അർപ്പിക്കുന്നത് അയോഗ്യതയോടെയാണോ, യോഗ്യതയോടെയാണോ? ചിന്തിച്ചു നോക്കുക. ഓരോ ക്രിസ്ത്യാനികളും കർത്താവിന്റെ പാദത്തിൽ ഭുജിക്കാൻ ചെല്ലുന്നതും യോഗ്യതയോടെയാണോ അയോഗ്യതയോടെയാണോ ചിന്തിച്ചു നോക്കേണ്ട ആവശ്യമാണ്. ഇതാണ് തിരിച്ചറിയാൻ പറ്റാതെ ഈ ലോകത്തിന്റെ ദൈവം നമ്മളെ അന്ധകാരത്തിലായിരിക്കുന്ന, അറിവിന്റെ കനി നൽകി അന്ധകാരത്തിലാക്കിയിരിക്കുന്ന, വഞ്ചിക്കുന്ന അവസ്ഥ. ക്ലിപ്തകാലത്ത് ആത്മസംയമനം, കുഞ്ഞുങ്ങളെ കോൺട്രാസെഷൻ ആകാതെ എന്തെങ്കിലും കഠിനമായ റീസണുള്ള സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റും. അത് കുടുംബങ്ങൾക്ക് സഭ അനുവദിച്ചെന്നാണ്, ക്രിസ്തു ചെയ്യുന്നതല്ല, സഭ അനുവദിച്ചെന്ന സംഗതിയുണ്ട്. ക്ലിപ്തകാലത്തെ ആത്മസംയമനം, അതായത് ഫലം നൽകുന്ന ഒരു കാലത്ത് നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കണമെങ്കിൽ നിങ്ങൾക്കൊരു കണ്ടീഷൻ, റീസൺസ് ഉണ്ടായിരിക്കണം. ചില പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, സാമൂഹികപരമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചിലർക്ക് ഫിസിക്കൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലർക്ക് മുലയൂട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ വരുമ്പോൾ കണ്ടിന്യൂസ് കുഞ്ഞുങ്ങളുടെ സമയത്ത്, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ സമയം നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആത്മസംയമനം പാലിക്കാം. അതൊരു ത്യാഗത്തിന്റെ വഴിയാണ്, സ്വർഗത്തിന്റെ വഴിയാണ്, അതിലൊരു പുണ്യത്തിന്റെ വഴിയാണ്. അത് മറ്റുള്ളവർക്ക് മാനസാന്തരത്തെ വേണ്ടി കാഴ്ചവെക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന ആത്മസംയമനം എന്ന ത്യാഗത്തിലൂടെ തന്നെയാണോ നിങ്ങൾ പോകുന്നത്? ഇല്ല എങ്കിൽ വേറെ ഏത് മാർഗത്തിൽ കൂടെ നിങ്ങൾ കോൺട്രാസെഷൻ ശീലിച്ചിട്ടുണ്ടെങ്കിൽ, NFP ശീലിച്ചിട്ടുണ്ടെങ്കിൽ, നാച്ചുറൽ ഫാമിലി പ്ലാനിങ് എന്ന ഓമന പേരിട്ട അറിവിന്റെ കനി ഭുഷിച്ചാൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നരകമേരുന്ന് വാങ്ങും. ഇത് റീഗെയിൻഡ് പാരഡൈസ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുക. യേശുക്രിസ്തു വീണ്ടെടുത്ത സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കാതെ നിങ്ങൾ അനുദിനം കൊല്ലുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ വിലപിക്കേണ്ടി വരും. ജനിക്കാനിരിക്കുന്ന എത്ര കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ മാതാപിതാക്കളാണ് നമ്മൾ ചിന്തിച്ചു നോക്കിക്കൊണ്ട് നിങ്ങൾ പൊട്ടിക്കരയാനല്ല പറയുന്നത്. പൊട്ടിക്കരഞ്ഞോളൂ. കുമ്പസാരക്കൂട്ടിൽ പോയി പൊട്ടിക്കരയുക. ഇവിടെ വന്ന് നാട്ടുകാരുടെ മുന്നിൽ കൊട്ടിക്കരയല്ലാണ്ട് നിങ്ങൾ കുമ്പസാരക്കൂട്ടിൽ പോയിട്ട് പൊട്ടിക്കരയുക. കർത്താവെ പറ്റിപ്പോയി, കാലം അധികമില്ല, അനുദപിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. വൃക്ഷത്തിന്റെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു. മാനസാന്തരപ്പെടാത്ത ഓരോ വിഷവും വെട്ടി തീച്ചുളയിലെറിയും എന്നുള്ള കൽപ്പന സ്നാപകൻ ഞാൻ പറഞ്ഞു. യേശുക്രിസ്തു തന്റെ സുവിശേഷ പ്രശ്നം തുടങ്ങി സ്നാപനാനാം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ആ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാഞ്ഞാ ക്രിസ്ത്യാനികളെ, ഞായറാഴ്ച ക്രിസ്ത്യാനികളെ ഒന്നും കർത്താവ് വിലമതിക്കത്തില്ല, പോകത്തില്ല. കത്തോലിക്കനായിരുന്നു, ഞാൻ സ്വർഗരാജ്യം നേടുന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ലീഗെയിൻഡ് സ്വർഗമാണ് നിങ്ങൾ ഇപ്പോൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം. സ്വീകരിക്കേണ്ടവർക്ക് സ്വർഗരാജ്യത്തിൽ വസിക്കാം, അല്ലാത്തവന് അള്ളാന്റെ പർദീസയിലേക്ക് പോകാം. ക്രിസ്തുവിന്റെ പർദീസ വേണോ, അള്ളാന്റെ പർദീസ വേണോ എന്ന ചോദ്യമുള്ളൂ. അള്ളാന്റെ പർദീസ സ്വപ്നം കണ്ടുകൊണ്ട് കൂറികളെ കിട്ടും ഇങ്ങനെയൊക്കെ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂറികളെ കിട്ടുമായിരിക്കാം, പുഴുകൂറികളെ കിട്ടുമായിരിക്കാം. ക്രിസ്തുവിന്റെ പർദീസയിൽ വന്നാൽ നിങ്ങൾ ദൈവദൂതന്മാർക്ക് തുല്യരായിരിക്കും എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ സത്യം തിരിച്ചറിയുക. അതുകൊണ്ട് ജീവനും മരണവും നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നു.
നിങ്ങൾ നിത്യം ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ജീവൻ തിരഞ്ഞെടുക്കുക. നിങ്ങളും നിങ്ങളുടെ തലമുറകൾ നിത്യം ജീവിക്കാൻ വേണ്ടി, നിങ്ങൾ തലമുറ തകരാതിരിക്കാൻ വേണ്ടി, ക്രൈസ്തവർ ക്ഷയിച്ചു പോകാതിരിക്കാൻ വേണ്ടി, ഈ കത്തോലിക്കര് ക്രൈസ്തവരായിരിക്കുന്നവരെല്ലാം പാഴ്സി വംശം പോലെ ഇവിടെ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കൽപ്പന ദൈവത്തിലേക്ക് മടങ്ങുക, ക്രിസ്തുവിലേക്ക് മടങ്ങുക, ക്രിസ്ത്യാനിയാകുക. പുരോഹിതന്മാർ ബ്രഹ്മചര്യ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ പരമകാഷ്ഠ കണ്ടിരിക്കണം. വിവാഹ ജീവിതക്കാരും വിവാഹ കുടുംബ ജീവിതത്തിലെ പരിശുദ്ധിയുടെയും ദാമ്പത്യ ധർമാനുഷ്ഠാന ബലിയർപ്പണത്തിന്റെയും വിശുദ്ധമായ ജീവിതത്തിന്റെയും കുടുംബ ജീവിതത്തിന്റെയും പവിത്രതയിൽ കൂടെ തന്നെ ജീവിക്കണം. ഇതിന്റെ ഉള്ളിൽ കളകൾ വിളിക്കാൻ ഒത്തിരി വ്യാജന്മാർ വന്ന് പഠിപ്പിക്കും. ഇങ്ങനെ ഒത്തിരി വ്യാജന്മാർ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് കയറി സംസാരിക്കേണ്ടി വന്നിരിക്കുന്നത്. കത്തോലിക്ക സഭയിൽ നിന്ന് ഒത്തിരി വ്യാജന്മാർ കയറി സംസാരിച്ച് പഠിപ്പിച്ച് എല്ലാവരുടെയും ആത്മാക്കളെ നശിപ്പിക്കുന്ന രീതിയിലാക്കിക്കൊണ്ട് ഇവിടെ നിങ്ങൾ സുവിശേഷം പറഞ്ഞിട്ടില്ല, നിത്യജീവനെ യോഗ്യമാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടില്ല. പറയാത്തത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് കത്തോലിക്ക സഭ എന്ന ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് അറിവിന്റെ കനി നൽകാനേ സാത്താൻ സമ്മതിക്കത്തുള്ളൂ, ജീവന്റെ കനി നൽകാൻ സമ്മതിക്കത്തില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിർത്താം. 10 വർഷം മുമ്പാണ് ഒരു പള്ളിയിൽ എന്നോട് അവിടുത്തെ ഞാൻ പ്രോലൈഫ് എക്സിബിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവന്റെ പോസ്റ്റേഴ്സ് എല്ലാം ഉണ്ടാക്കി ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ഞാൻ ക്ലാസ് എടുക്കാൻ അങ്ങനെ പോകത്തില്ല. ഞാൻ ഏത് വർക്കും ചെയ്യും, ഏത് താണ വർക്കും ചെയ്യും. പ്രസംഗിക്കാൻ വേദി ഒന്നും എനിക്ക് വേണമെന്നില്ല. എനിക്ക് ഇപ്പൊ ഞാൻ ഫോൺ ചെയ്താൽ ഫോൺ മതി. എനിക്ക് ആരും വേദി വേണം നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം സത്യം പറയാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, കൂസേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആരെയൊക്കെ പ്രീതിപ്പെടുത്താൻ പോകേണ്ട ആവശ്യം. എനിക്ക് ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ കർത്താവിലേക്ക് മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് പറയാനൊരു മടിയില്ല. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ വികാരിച്ചും പറഞ്ഞു, ബാബുച്ചേട്ടനെ ക്ലാസ് എടുക്കാനാ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഡോക്ടർ എബ്രാഹിം ജേക്കബ് ഉണ്ട്, ഡോക്ടർ രജു ഉണ്ട്, ഇവർ ആരെ വേണം ഞാൻ വിളിച്ചു തരാം, ക്ലാസ് എടുക്കാൻ വരും, അച്ഛൻ ആരെ വേണമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനോടൊരു കാര്യം പറഞ്ഞു, ബാബുച്ചേട്ടനല്ലേ കംപ്ലീറ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അതെ. അപ്പൊ ബാബുച്ചേട്ടൻ തന്നെ ക്ലാസ് എടുത്താൽ മതി, വേറെ ആരെയും വിളിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനങ്ങനെ ക്ലാസ് എടുക്കാറൊന്നുമില്ല, ബാബുച്ചേട്ടൻ അറിയാതെ പ്രോലൈഫ് പറയാൻ അത് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ജീവന്റെ മൊത്തത്തെക്കുറിച്ച് പറയാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ അച്ഛാ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു പുരോഹിതനെ പറഞ്ഞു, ഞാൻ എല്ലാ സ്ഥലത്തും പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്ന കൊടുക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ ഞാൻ പലരെയും അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഞാനതിപ്പോൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വന്ന് ക്ലാസ് എടുത്തു. അവിടെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. സ്ലൈഡ് ഷോ ഒക്കെ ഉണ്ട്, എൻ്റെ സ്ലൈഡ് ഷോ ഒക്കെ ഉണ്ട്. അപ്പോൾ സ്ലൈഡ് ഷോ വെച്ച് കൊടുത്തു. പിന്നെ സിസ്റ്റേഴ്സ് വന്ന് അവിടുത്തെ നാട്ടുകാരും അവിടെ ആൾക്കാരെല്ലാം വിളിച്ചിരുത്തി. മുതിർന്നവർക്കുണ്ട് 2 സെക്ഷൻ. മുതിർന്നവർ ക്ലാസ് കൊടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും കന്യാസ്ത്രീമാരൊരു കൂട്ടം എല്ലാവരും എൻ്റെ പുറകെ, ബാബുച്ചേട്ടൻ പ്രീഖാനയ്ക്ക് പഠിപ്പിക്കണം, പ്രീഖാനെ കൂടെ പഠിപ്പിക്കേണ്ടത് ഇത് തന്നെയാ പഠിപ്പിക്കേണ്ടത്. നമ്മുടെ സഭ മുഴുവൻ തകർന്നു പോകാനും ജീവനില്ലാതിരിക്കുന്ന എല്ലാം കാരണം ഇതാണ്. അടിസ്ഥാനമായ റൂട്ടാണ് ബാബുച്ചേട്ടാ പറഞ്ഞിരിക്കുന്നവൻ എൻ്റെ പുറകെ. ഞാൻ പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ നിങ്ങളിത് എത്ര പടന്നു കഴിഞ്ഞാലും ഒരു കാര്യമില്ല. ഞാൻ ഈ പറയുന്ന ജീവന്റെ മഹത്വോ ഉൽപ്പത്തി പുസ്തകമോ ഈ സാധനങ്ങളോ ഒന്നും സഭയുടെ തകത്തളത്തിൽ കയറ്റാൻ സമ്മതിക്കത്തില്ല. ജീവനെ തടയുന്ന മാർഗങ്ങളിലൂടെ പോകത്തുള്ളൂ. നിങ്ങൾ എത്ര കിടന്ന് കളിത്തി അതെന്ന് ഭാവിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ തന്നെ നിങ്ങൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. കാരണം അവിടെ പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്, ലൗകികമായ ലോകത്തിൻ്റെതായ തലങ്ങളിലൂടെ തന്നെ പലതും പഠിപ്പിച്ചു പോകുന്നത്. ദൈവകൃപയിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ രഹസ്യങ്ങൾ ഈ കാര്യങ്ങളോട് പറഞ്ഞ് ജീവൻ തിരഞ്ഞെടുക്കണമെന്നുള്ള കാര്യങ്ങൾ മായം കലർത്താതെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ വൃക്ഷത്തിൽ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒരു സർപ്പമുണ്ട്. ആ സർപ്പം ആഞ്ഞു കൊത്തും. അത് പറയാൻ സമ്മതിക്കത്തില്ല. ലോകത്തിന്റെ സുഖിപ്പിക്കുന്ന സുവിശേഷം എന്ന രീതിയിൽ ലോകത്തിന്റെ സുഖിപ്പിക്കുന്ന ജീവന്റെ സുവിശേഷമേ ഇതിലൂടെയൊക്കെ പറയാൻ സമ്മതിക്കത്തുള്ളൂ. യഥാർത്ഥമായ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഒരു പ്രീഖാനിൽ കയറില്ല എന്ന് ഞാൻ ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, അതൊന്നുമില്ല ബാബുച്ചേട്ടൻ, ഞങ്ങൾ നോക്കിക്കോ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ബാബുച്ചേട്ടനെ മാനന്തവാടി രൂപതയിലെ പ്രീഖാന ക്ലാസ് എടുക്കാൻ വേണ്ടി കയറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. അവര് വെല്ലുവിളിച്ച് പോകുന്നതാണ്. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു, നടക്കില്ല. ഇതാണ് കാര്യം, നടക്കില്ലെന്ന്. അത് എന്തുകൊണ്ടെന്നുള്ള വെച്ചാൽ നടക്കില്ല, അത് തന്നെയുള്ള കാര്യം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവന്റെ വൃക്ഷത്തിലെ കനി കഴിക്കാൻ യോഗ്യതയോടെ കഴിക്കാൻ നമ്മളെ അനുവദിക്കത്തില്ല. എന്നാൽ അറിവിന്റെ കനി അയോഗ്യതയോടുകൂടി കഴിക്കാൻ വേണ്ടി സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ പല വിധത്തിലും പല രീതിയിലും പല പ്രവർത്തികളിലൂടെയും പല പ്രോസ്പെരിറ്റി ഗോസ്പലുകളിലൂടെയും ഈ ഒരു വ്യാജ സുവിശേഷം നൽകിക്കൊണ്ട് വ്യാജ പ്രബോധനം നൽകിക്കൊണ്ട് നമ്മളെ നയിക്കും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിലക്ക് വരും, വിലക്ക്, പേടിയാ. ഇതാണ് നമ്മുടെ അവസ്ഥ. ബൈബിളിൽ നിന്ന് ദൈവം ഒളിപ്പിച്ചു വെച്ച നിധി, വയലിലെ നിധിയുണ്ട്, വയലിലെ നിധി. ഇതിൽ നിന്ന് നമുക്ക് നിധി എടുത്ത് പറയാൻ സാധിക്കുന്നില്ല, നിധി നമുക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല.
ഇതുപോലെ ഒത്തിരി ഒത്തിരി അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ജീവന്റെ വൃക്ഷത്തിലെ പുരാതന സർപ്പങ്ങൾ. ക്രിസ്തുവിന്റെ മിസ്റ്റിക്കൽ ബോഡിയായ സഭയാണ് ഇന്ന് ജീവന്റെ വൃക്ഷവും ജീവന്റെ കനിയും നൽകുന്നത്. യോഗ്യതയോടുകൂടി നമുക്ക് ജീവന്റെ കനി ഭക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അറിവിന്റെ കനി ഭക്ഷിച്ച് അയോഗ്യതയോടുകൂടി കർത്താവിന്റെ പാനപാത്രത്തില് ഭാഗവാക്കളാകാൻ വേണ്ടി സാധിക്കാത്ത രീതിയിൽ സാത്താൻ നമ്മളെ കെട്ടി വരിഞ്ഞ് വഞ്ചിച്ചിട്ടിരിക്കുന്നു. യേശു ക്രിസ്തു തന്റെ കുരിശുമരണത്തിലൂടെ റീഗെയിൻ ചെയ്തിരിക്കുന്ന പാരഡൈസ്, the lost paradise was regained by Jesus Christ, is lost from us. വീണ്ടെടുക്കപ്പെട്ട സ്വർഗം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ഈ കാലഘട്ടത്തിൽ. വീണ്ടെടുക്കപ്പെട്ട സ്വർഗം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ഈ കാലഘട്ടത്തിൽ. നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞുകൊള്ളുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.